നമസ്കാരം. അപ്പോൾ ഈ പറഞ്ഞ പോലെ വരുന്ന 7-ാം തീയതി 7 മണിക്കാണ് നമ്മുടെ ഗുരുവായൂർ മുഖമണ്ഡപത്തിൻ്റെയും നടപ്പന്തലിൻ്റെയും സമർപ്പണം. അന്നത്തെ ദിവസം നടപ്പന്തൽ സമർപ്പണത്തിനായി ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണറായിട്ടുള്ള ശ്രീ ആനന്ദ് ബോസ് IAS സാറാണ്. രാവിലെ 6 മണിയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ പരിപാടികൾക്കുള്ള തുടക്കങ്ങൾ കുറിക്കും. 6:30 കൂടി പഞ്ചവാദ്യ മേളം നടപ്പന്തലിൽ വെച്ച് പഞ്ചവാദ്യ മേളം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ഗവർണറിൻ്റെ ആഗമനത്തോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 7 മണിയോടുകൂടി ആ പന്തലിൽ നിന്ന് നമ്മൾ നമ്മുടെ നടപ്പുരയിലേക്ക് എത്തുന്നു. 7 മണിക്ക് നമ്മൾ ഔദ്യോഗികമായിട്ട് ഗവർണറുടെ സാന്നിധ്യത്തിൽ ഗവർണർ ഈ പറയുന്ന നടപ്പന്തലും മുഖമണ്ഡപവും ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടി സമർപ്പണം നടത്തുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പേഴ്സും ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും വന്ന് സന്നിധിയിലുണ്ടാവും. ഈ പരിപാടിക്ക് ശേഷം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെയും കണ്ണൻ്റെയും വിഗ്രഹങ്ങൾ അതിൻ്റെ സമർപ്പണവും അതേ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ നടത്തുന്നതാണ്. അവിടുത്തെ പരിപാടികൾക്ക് ശേഷം നമ്മൾ 8:30 കൂടിയിട്ട് നമ്മൾ സ്റ്റേജ് പരിപാടികളിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അവിടെ സോപാന സംഗീതത്തോട് കൂടിയിട്ടുള്ള പ്രോഗ്രാം വെന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു. 8:30 മണി തൊട്ടിട്ട് 11:30 മണി വരെ സ്റ്റേജിലുള്ള ഈ പറയുന്നതായിട്ടുള്ള നടപ്പന്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരന്മാരെയും അത് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ള ശില്പികളെയും എല്ലാവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 11:30 മണിയോട് കൂടിയിട്ട് ഒരു ഒഫീഷ്യൽ കാര്യങ്ങളുടെ സമാപന ഇത് കുറിച്ചുകൊണ്ട് 11:30 മണി തൊട്ടിട്ട് ചെണ്ടമേളം ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ ഒരു 100ഓളം വരുന്ന കലാകാരന്മാരുടെ ഒരു വലിയ കലാസന്ധ്യ അല്ലെങ്കിൽ ഒരു സമർപ്പണം വച്ച് നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് അവസാനം കുറിക്കുന്നു. ഇത്രയുമാണ് ഈ പരിപാടികളുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ചാർട്ട്. അപ്പോൾ വെൽത്തായി ഗ്രൂപ്പിൻ്റെ മുകളിലും ഗുരുവായൂരപ്പനിലുള്ള ഗുരുവായൂർ ഭക്തന്മാരെ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ വിനീതപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം.